പക്ഷെ എനിക്ക് ആ ഒരു ഓഫർ കോൾ വന്നായിരുന്നു പ്രേമത്തിലെ മഡോണയുടെ ക്യാരക്ടർ. എനിക്ക് ദിവ്യയുടെ കണ്ണുകൾ എപ്പോഴും ഒരു ഭയങ്കര മിസ്റ്ററി തോന്നിയിട്ടുണ്ട്. He said about the eyes. രജനി സർ സ്പെസിഫിക്കലി കണ്ണുകൾ പിക്ക് ചെയ്താണ് പറഞ്ഞത്. സിനിമയുടെ സമയത്ത് നീ ഇങ്ങനെ പൊക്കി പറയാറില്ലല്ലോ. കൂലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആമിർ ഖാൻ സാറും രജനി സർ രണ്ടുപേരും പറഞ്ഞു ആമാല ജയപ്രദ മാറി ഇരിക്ക്, அந்த ടൈമില് ജയപ്രദ മാറി ഇരിക്ക്. സിനിമയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് പേച്ച് പറഞ്ഞു 3 lakhs. ഇച്ചിരി കൂടുതൽ. നിങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള പ്രോപ്പർട്ടി? മൂക്കുത്തി ഞാൻ എപ്പോഴും മിക്ക സിനിമയിൽ അത് ചിലപ്പം കണ്ടിന്യൂറ്റി ആയിട്ട് വേറെ സിനിമയിലും ശരിക്കും ഒന്ന് കരഞ്ഞോ? സീരിയസ് ഞാൻ കരഞ്ഞു. ഞാൻ എപ്പിസോഡ് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ കുഡൻ ഹാൻഡിൽ. ഞാൻ കരഞ്ഞു. ടിക്കറ്റൊക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്തടാ 1-2 ദിവസം, പിന്നെ 3-4 മാസം വേണം. അത്രയും വലിയ പോടാ. അപ്പൊ അത്രയും നാൾ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും നടപടിയായില്ല. അത് മിസ്സായി. ജനനായകനിലുണ്ടെന്ന് ഞങ്ങളിങ്ങനെ കേട്ടു. കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. സംതിങ് ഫിഷി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ധീരൻ ടീമിലെ കുറച്ച് ധീരന്മാരും 2 ധീര വനിതകളാണ്. സോ ലെറ്റ് മി വെൽക്കം സാഗർ സൂര്യ, റേബ ജോൺ, ദിവ്യ പിള്ളെ ആൻഡ് ജിതിൻ ചേട്ടൻ. സോ 4 പേർക്കും വെൽക്കം. ഈ കൂട്ടത്തില് ഡയറക്ടറാണ് ഏറ്റവും ഫ്രീക്കായിട്ട് ലുക്ക് ചെയ്യണേ. ഒരു റോക്ക് സ്റ്റാറിനൊക്കെ പോലെ ഫീൽ ചെയ്യുന്നു. സോ എന്തായിരുന്നു ജിതിനെ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ? പറയണം. I want to hear what was your എന്താണ് സെയിം എക്സ്പ്രഷൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ ജോണർ ത്രില്ലർ ഭയങ്കര സീരിയസ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഡെബ്യൂ ഡയറക്ടർ ആണ് നമ്മൾ. ഡിസിഷൻ തന്നെയാണ് എടുത്തത്. ജസ്റ്റ് ജോക്കിംഗ്. പക്ഷെ കാണുന്ന പോലെയല്ല. വർക്ക് വരുമ്പോ ഹി ഈസ് എക്സ്ട്രീംലി ഫോക്കസ്ഡ്. എന്താണ് വിഷനറി എന്ന് പറയുന്നത്, എന്താണോ നമുക്കൊരു കാര്യം അത് എടുക്കണം, ആ രീതിയിൽ തന്നെ എടുക്കണം. അതിലൊരു കോംപ്രമൈസ് ഇല്ല. സോ ദാറ്റ് വേ ഐ തിങ്ക് ഭയങ്കര അടിപൊളിയാണ്. when it comes to work he is extremely focused. ഫണ്ണാണ്. ഭയങ്കര ത്രില്ലർ മൂവി ആയിരുന്നെങ്കിലും നല്ലൊരു എന്താ പറയാ, ആ മൂഡിൽ തന്നെ നിൽക്കാതെ ആ ഒരു നമ്മള് കട്ട് എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് മിസ്റ്റർ ജിതിൻ. സോ ആ രീതിയിൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബാലൻസ്. Especially with the ladies. Oh my god, this is going to air. This is going to air. എന്തോ സാഗർ അങ്ങനെ ഫീൽ ചെയ്തില്ല? കറക്റ്റ് വിഷൻ ഉണ്ട്. ഫ്രെയിമുകൾ വെക്കുന്നതാണെങ്കിലും ഭയങ്കര രസമുണ്ട്. ആദ്യ ഡയറക്ഷൻ ആണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കറക്റ്റ് എന്താണ് ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. Thank you. ജിതിൻ വീട്ടില് വന്ന് കഥ പറഞ്ഞത് ഫ്ലാറ്റില്. പക്ഷെ കഥ പറഞ്ഞത് നമ്മുടെ റൈറ്റർ അല്ലേ, അത് നീ തന്നെയായിരുന്നു. നിന്റെ കൂടെ ആരില്ലേ? ദീപു വാസ് ദേർ. ദാറ്റ്സ് വാട്ട് ഐ ആം ലൈക്ക്. ഒറ്റയ്ക്കല്ല വന്നേ, ദീപു ഉണ്ടായിരുന്നു, റൈറ്റർ ഉണ്ടായിരുന്നു കൂടെ. ആൻഡ് ഓരോ സമയത്ത് ഈവനിങ് ട്വിസ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഓ അപ്പോ കള്ളൻ ഇയാളാണല്ലേ. എന്നിട്ട് അവൻ അടുത്ത ട്വിസ്റ്റ് പറയും. അപ്പൊ അവന്റെ I was gripped into that. ഒരു 1.5 മണിക്കൂർ എടുത്തു ആ ഫുൾ ആ നറേഷൻ. It was a brilliant narration actually. It was one of the best narrations and the way how he was saying it എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ തന്നെ ഞാൻ ഇതായി. ലൈക്ക് ഏപ്രിൽ എങ്ങാണ്ടാണ് കഥ പറയുന്നത്. ഡിസംബറിൽ വീണ്ടും നമ്മളത് ഇത് ചെയ്ത്. അപ്പോൾ പക്ഷെ the whole I remember the ഓരോ സമയത്ത് ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇനി ഞാനാണോ ദൈവമേ. ഞാൻ ചോദിച്ചു എടാ ഞാനാണോ ഇനിയിപ്പോ ഞാനാണോ അതുകൊണ്ടാണോ എൻ്റെ അടുത്ത് ഞാൻ വില്ലെത്തി ഞാനാണോ? അപ്പൊ അല്ല വീണ്ടും ഫുൾ. പക്ഷെ അല്ല പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ലൈക്ക് ഭയങ്കരമായിട്ട് അതുപോലെ തന്നെയായിരുന്നു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഹി വാസ് വെരി എന്താ പറയാ. അപ്പോൾ ഇന്ദ്രജിത്ത് ചേട്ടൻ അത് പറയും, ഇപ്പം പോലീസ് റോളാണ്, നമ്മളധികം
അപ്പോൾ ജിതിൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചേട്ടാ നോ ഐ കാൺ. ഇപ്പോൾ ജിതിൻ അങ്ങനെയല്ല ഇപ്പോഴത്തെ പോലീസുകാർ ഭയങ്കര ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറയുന്ന അവർ നോർമൽ എന്താ ഒരു വാക്ക് പറഞ്ഞില്ലേ ജനപ്രിയ ജനമൈത്രി അതാണ് നമ്മൾ. അപ്പം അങ്ങനെയായിരിക്കണം നമ്മളും സംസാരിക്കേണ്ടത്, അത് മതി. അപ്പോൾ ഇല്ല എന്നാലും നമ്മൾ സിനിമയല്ലേ ചെയ്യുന്നേ, നമ്മൾ സിനിമയല്ലേ ചെയ്യണേ. അപ്പോൾ ഈ ലുക്കിൽ കുറച്ചുകൂടെ നമുക്ക് ആക്ഷൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇമാജിൻ സോൺ ഔട്ട് ചെയ്യുന്ന ഒരു ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ആ ഒരു ഫീലിലാണ് ഹീ ഹാഡ് മനസ്സിൽ ആ ഒരു ക്യാരക്ടറിനെ ഇത്. ബട്ട് ഹീ ടുക്ക് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ വേ, റിയലിസ്റ്റിക് ആയിട്ട്. ഇത് രണ്ടും ആ നമ്മൾ ഓരോ സീക്വൻസസിൽ കുറേ ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് ഇന്ദ്രജിത്ത് സാറും ജിത്തിനുമായിട്ട് കുറേ കോൺവെർസേഷൻസും കുറേ ഇതിങ്ങനെ ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും സെറ്റിൽ, അങ്ങനെ സംസാരിക്കും. ഇതൊക്കെ കേട്ട് നിൽക്കാനായിട്ട് രസമായിരുന്നു. ബട്ട് ദെൻ ഹി വുഡ് ഓൾസോ ടേക്ക് അഡ്വൈസസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ജിത്തിൻ ഹി വുഡ് പുട്ട് ഹിസ് ഫുഡ് ഡൗൺ ഓൾസോ. ഇല്ല എനിക്കിങ്ങനെ തന്നെ വേണം, എനിക്കിങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ചില സീക്വൻസസ് ആണെങ്കിൽ എനിക്കിങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നല്ല ഒരു എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്യാതെ ചെയ്യുന്ന ഒരു, അതിപ്പോൾ പ്രൊഡക്ഷൻ ടീമിനോടും ചോദിക്കണം അല്ലേ, പ്രൊഡക്ഷൻ ടീമിൽ വെച്ചിട്ടൊരു സോ ഹി വാസ് വെരി എന്താ പറയുക ആ ഒരു ആളുടെ ഒരു ഡ്രീമോ എന്ന് വെച്ചാൽ അവർ കണ്ട കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിൽ വന്നത്. അതിലൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഇറ്റ് വാസ് നൈസ് ടു സീ ദാറ്റ്. ഒരു യങ് ഡയറക്ടർ യുനോ ഇത്രയും വലിയ കാസ്റ്റിനെ എടുത്ത്. ആൻഡ് നോട്ട് എവ്രി വൺ ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ്. ഞാൻ കുറേ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ഗിവ് ഇൻ ടു ദ, ഇപ്പോൾ ഒരു വലിയ സ്റ്റാർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരെക്കാട്ടിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടർ വരികയാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കും. ഹീ വിൽ ടേക്ക് ഫീഡ്ബാക്സ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇഫ് and then he will put his foot down also, which is a very good point. It's a very good thing. പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ പണി കണ്ട് പേടിക്കാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? പേടിക്കാതെ എൻ്റെ വീട്ടിലാർക്കും എൻ്റെ കൂട്ടുകാരന്മാർക്കും ഡെയിലി കാണുന്നതായിരിക്കാം മാത്രം സംഭവമാണ് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കും പേടിയൊന്നും തോന്നില്ല. ഇല്ല, ഭയങ്കര കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻ റിയൽ അങ്ങനത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയ കാരണം ഭയങ്കര കൂൾ ആൻഡ് ചിൽ ആയ, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് അതിനെ പറ്റി ആലോചിക്കുമ്പോ യെസ് ആ ഒരു തിങ്ക് അബൌട്ട് ഇറ്റ് യെസ്. പക്ഷെ അതല്ലാതെ കാണുമ്പോ അങ്ങനെ ക്യാരക്ടറിന് ആക്ച്വലി സൂപ്പർ ആയിരുന്നു. നമ്മുടെ പണിയിലെ ക്യാരക്ടർ വൈസിൽ അവൻ വേറെ ലെവലായിരുന്നു ക്യാരക്ടർ. പക്ഷെങ്കില് അതർവൈസ് റിയൽ ലൈഫിൽ അങ്ങനെ ആവാൻ പറ്റില്ല. അതിലൊരു ആക്ടർ നമുക്ക് അത് വേർതിരിക്കാൻ പറ്റില്ല. അല്ലല്ല, പേടിക്കാതെ ആരെങ്കിലും നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെ അല്ലല്ലോ. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ പറയണ്ട്, ഓ അവന്മാരെ പൊട്ടിച്ചപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര പീക്കായിരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. സോ ഇതിലൊക്കെ എങ്ങനെ ശരിക്കും ലാൻഡ് ചെയ്യണം? ധീരത്തിൽ ഇവരെ മൂന്നുപേരും സെലക്ട് കാസ്റ്റ് ചെയ്യണതൊക്കെ? ധീരം എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഒരു 3 വർഷം, അതായത് 3.5-4 വർഷം മുമ്പേ മൈൻഡിൽ പ്ലാൻ ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ദ്രജിത്ത് ചേട്ടനോട് ഞാനൊരു 2 വർഷം മുമ്പേ കഥ പറഞ്ഞു. സിനിമ തുടങ്ങുന്നതിന്റെ 1 വർഷം മുമ്പേ കഥ പറഞ്ഞു. അപ്പൊ ഇപ്പം ഓൾമോസ്റ്റ് 2 years ആയി. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ചേട്ടൻ, ഞാൻ അന്ന് മുതലേ ഐ തിങ്ക് റബേനോടും അല്ലെ ദിവ്യനോടും ഞാൻ ഏകദേശം 1 year ആയി കഥ പറഞ്ഞ സാധനം. എനിക്ക് അന്നേ മൈൻഡിൽ റബ ആൻഡ് ദിവ്യ ഉണ്ടായിരുന്നു. അപ്പൊ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുഡ് ലുക്കിംഗ് ആയി ഒരു അങ്ങനത്തെ ഒരു നമുക്ക് അറിയാലോ. കാരണം ആ ഒരു 2.5 ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറുള്ള പടമാണ്. അപ്പം ത്രൂ ഔട്ട് ദ മൂവി ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് ദിവ്യയുടെ കണ്ണുകൾ എപ്പോഴും ഒരു ഭയങ്കര മിസ്റ്ററി തോന്നിയിട്ടുണ്ട്. ഞാൻ ദിവ്യയോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ദിവ്യയുടെ ചില നോട്ടങ്ങളില് ഒരു ഭയങ്കര ദുരൂഹത. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റണം, ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റണം. ദിവ്യ നമുക്ക് വെറുക്കാൻ പറ്റില്ലല്ലോ, കണ്ടിരിക്കാൻ പറ്റില്ലേ. അതുപോലെ തന്നെ റബ സിനിമയുടെ സമയത്ത് നീ ഇങ്ങനെ പറയാറില്ലല്ലോ പ്രൊമോഷന്റെ ടൈമിൽ. അതുപോലെ തന്നെ റബ ആക്ച്വലി ഞാൻ റബേനെ ബിഗിൽ
ബിഗിൽ എന്ന് പറഞ്ഞ സിനിമ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അതിൽ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഓർത്തത്. എനിക്ക് രായപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, വിജയിന്റെ റബ ചെയ്ത ക്യാരക്ടർ, പിന്നെ ഒരു തടിച്ച ഒരു കുട്ടി, അതിൽ പേരെന്താ, ഇന്ദ്രജ ഇന്ദ്രജ എന്ന് പറയുന്ന ഈ 3 ക്യാരക്ടേഴ്സ് നമുക്ക് ഓർമ്മ വന്നു. അപ്പൊ അതിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ റബയുടെ മറ്റേ സിനിമ ജേക്കബിന്റെ സ്വർഗരാജിയാണ് കണ്ട സിനിമ. പിന്നെ മിടുക്കി, ഞാൻ ആക്ച്വലി റബയുടെ ഫാൻ ആയിരുന്നു ഞാൻ. കൊറേ പേര് ആ മിടുക്കിയിലെ ഞാൻ ആ സമയത്ത് ഐ യൂസ് ടു വാച്ച് മിടുക്കി. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഷീ ബിക്കം ആൻ ആക്ട്രസ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത് ജേക്കബിന്റെ സ്വർഗരാജ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഇത് കണ്ടപ്പോ, ബിഗിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര, എനിക്കെന്തോ ആ പുള്ളിക്കാരിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ നമ്മുടെ സിനിമ കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു നോർമൽ ത്രില്ലറിനെ വെച്ചപ്പം മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ത്രില്ലർ വെച്ച് നോക്കുമ്പോൾ ടെംപ്ലേറ്റ് എല്ലാ ത്രില്ലേഴ്സിനും ഒന്ന് തന്നെയാണ്. പക്ഷെ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ വേറൊരു നെറേറ്റീവ് കൾച്ചർ ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ അതില് ഇപ്പം നമ്മുടെ സിനിമയിൽ ഇപ്പം റബ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പം ആ ക്യാരക്ടറിനും ആ ഒരു ബോൾഡ്നെസ്സും ആ ചെയ്യാനുള്ള ഒരു ഡെപ്തും പരിപാടിയൊക്കെ വേണം. അപ്പൊ അത് പുള്ളിക്കാരി നന്നായി എക്സിക്യൂട്ട് ചെയ്യുന്ന വിശ്വസിച്ചു, അത് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ സാഗറിന് ആക്ച്വലി അഫ്കോഴ്സ് ഞാൻ പണി ഈസ് ലൈക്ക് അടിപൊളി. ഞാൻ ഞാൻ ഓൾറെഡി ബിഗ് ബോസ് വല്ലപ്പോഴും കാണുന്ന ഒരാളാണ്. എന്റെ വീട്ടിൽ ബിഗ് ബോസ് കാണുന്നത്. എന്റെ വൈഫ് ആക്ച്വലി സാഗറിന്റെ ഫാൻ ആയിരുന്നു. സാഗറിന്റെ ഫാൻ ആയിരുന്നു. എന്റെ വൈഫും മോളും രണ്ടാളും സാഗറിന്റെ ഫാൻ. ബിഗ് ബോസിന്റെ സമയത്ത് എനിക്കൊരു മോൾ പറയണ്ടായിരുന്നു. എനിക്കൊരു മോളുണ്ട്. ഷീസ് ആക്ച്വലി 13 years. സീരിയസ്ലി സെവൻത് സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ ശരിക്കും സന്തൂർ ഡാഡിയാ? ഇന്നലെയായിരുന്നു അവളുടെ ബർത്ത്ഡേ. എന്റെ മോളുടെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. അപ്പം ഞാൻ പണി, പക്ഷെ പണി അപ്പൊ എനിക്ക് ബിഗ് ബോസിൽ എനിക്ക് സാഗറിനെ എനിക്ക് അത്ര പേഴ്സണലി പക്ഷെ പണി കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും പണിയിൽ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടർ വേണം അങ്ങനത്തെ. അപ്പൊ ഞാൻ സാഗറിനെ വിളിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ സാഗറിനെ വിളിച്ചു, എന്താണ് ബ്രോ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ നമ്മുടെ ടൈറ്റിൽ ടീസർ, ഞാൻ നമ്മുടെ പടം ധീരം അനൗൺസ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ ടീസർ ഉണ്ട്, അത് ഞാൻ സാഗറിന് അയച്ചു കൊടുത്തു. സാഗറിന്റെ ക്യാരക്ടറിന്റെ ചെറിയൊരു പരിപാടി മാത്രം പറഞ്ഞു, കഥയൊന്നും. അപ്പൊ സാഗറിനോട് പറഞ്ഞു 15 പടാറ്റം ഞാൻ കേട്ടു ബ്രോ, ഞാൻ ഒന്നും പിടിച്ചിട്ടില്ല ബ്രോ, ഞാൻ ഈ കഥ എനിക്ക് അറിയില്ല, ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങളാ. അപ്പൊ സാഗർ ഇന്ദ്രേട്ടൻ ഉണ്ട് ഈ പടത്തില്, പിന്നെ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ബ്രോ, ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ കഥ കേൾക്കാനാണ് സാഗർ കമ്മിറ്റ് ചെയ്തത്. അപ്പൊ അതിനോട് എനിക്ക് എന്തോ, ബിക്കോസ് അയാൾ അത്രയും, അഫ്കോഴ്സ് അയാളുടെ ഫസ്റ്റ് പടാണെങ്കിൽ തന്നെ ആ ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് പുള്ളി ഒരു പുതിയ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ പോയി കഥ പോലും കേൾക്കാണ്ട് നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ടപ്പോ അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അഫ്കോഴ്സ് സാഗറിന്റേതായ സ്പേസ്. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു ഹീറോ ഓറിയന്റഡ് അങ്ങനത്തെ ഒരു പടമല്ല. അതായത് നമ്മുടെ പടം എന്ന് വെച്ചാൽ നമ്മുടെ പടത്തിലെ നായകൻ എന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥയാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഈ സിനിമയിലെ ഓരോരാൾക്കും, ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് ഉണ്ട്. അഫ്കോഴ്സ് ഇപ്പം ദിവ്യന്റെ സ്പേസ് ഉണ്ട്, റബക്കുണ്ട്, സാഗറിനുണ്ട്, ഇന്ദ്രജിത്തിനുണ്ട്. ഇതിൽ ഇപ്പം ഇവിടെ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അജു വർഗീസ് എന്നൊരു നല്ല ക്യാരക്ടർ ഉണ്ട്, രഞ്ജി പണിക്കറിന് ഒരു ക്യാരക്ടർ ഉണ്ട്, നിഷാന്ത് സാഗറിന് ഒരു ക്യാരക്ടർ ഉണ്ട്. സോ അല്ലാണ്ട് ദേവി അജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, ശ്രീജിത്ത് വിജയനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരുടേതായ ഒരു സാധനം ഉണ്ട്. പിന്നെ ഒരു നോർമൽ ത്രില്ലറിനെ അപേക്ഷിച്ച് നമ്മളിപ്പോ ഒരു ഒരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ ആരാണ് കില്ലർ എന്ന് കണ്ടെത്തുന്നു, അതല്ല സിനിമ. അതിന്റെ അപ്പുറം ഈ സിനിമയിൽ മറ്റൊരു ഘടകമുണ്ട്. അത് സോഷ്യലി റെലവെന്റ് ആയ ഒരുപാട് ഇഷ്യൂസിനെ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ ശരിക്കും മിടുക്കി കഴിഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഒരുപാട് സിനിമ ഓഫേഴ്സ് വന്നു. അപ്പൊ PG കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് കുറെ സിനിമ നോ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ജേക്കബ് ഒരു വെക്കേഷൻ ടൈമിൽ വന്നത്. ശരിക്കും പിന്നെന്താ മലയാളത്തിൽ ഭയങ്കര കൗണ്ടബിൾ സിനിമ ഇല്ലായിരുന്നേ? നല്ല ക്വസ്റ്റ്യൻ. അത് എനിക്കും ചോദിക്കണം ആക്ച്വലി ടു ഓൾ ദി ഫിൽം മേക്കേഴ്സ്. ഒരുപാട് ആൾക്കാർ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, തമിഴിലോട്ട് കയറി ഇനിയിപ്പോൾ ആളെ കിട്ടാൻ പാടാണ്, ആൾക്ക് താല്പര്യമില്ല, മലയാള സിനിമ ചെയ്യാനൊന്നും താല്പര്യമൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെയാണ് അസംഷൻസ്. ഇതൊക്കെ ഞാൻ വേറെ സോഴ്സസിൽ നിന്നാണ് കേൾക്കുന്നത്. വെരി അൺഫോർച്ചുനേറ്റ്, അത് ശരിയല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് എപ്പോഴും ഒബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇവിടെ നിന്നാണ്. ഞാൻ സിനിമ ജേർണി തുടങ്ങുന്നത് മലയാള സിനിമയിൽ നിന്നാണ്. സോ ഒബ്വിയസ്ലി എനിക്ക് എപ്പോൾ ആര് വിളിച്ചാലും ഐ വിൽ ഓൾവേസ് ബി എക്സൈറ്റഡ് ടു ഡു മലയാളം മൂവീസ്.
അപ്പോ ഐ ഡോണ്ട് നോ എങ്ങനെയോ എന്തോ അസംഷൻസ് കാരണം ഒരുപാട് പ്രോജക്ട് കുറെ ചെയ്യാൻ പിന്നെ അധിക പറ്റിയിട്ടില്ല. സമയം റബ ഇന്ത്യയിൽ ഉണ്ടാവാറില്ല. യൂറോപ്പ്, UK, ഒന്ന് അമേരിക്ക, please. ജപ്പാൻ. ലാസ്റ്റ് ജപ്പാനിൽ പോയി വന്നു. ജപ്പാനിൽ പോയി കുടിവെള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അതാണ് മെയിൻ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ റബേനെ ഒരിക്കലും നമുക്ക് ഫോണിൽ കിട്ടത്തില്ല. അത് ഞാൻ ടു ഓൾ ദ ഫിലിം മേക്കേഴ്സ് ഹു ഈസ് ഗോയിങ് ടു കാസ്റ്റ് റബ ഐ വുഡ് സേ സീരിയസ്ലി ബട്ട് ആക്ച്വലി ഷീ ഈസ് വെരി പ്രൊഫഷണൽ. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ തമാശ പാർട്സ് നമ്മുടെ ഒരു ക്യാരക്ടറിന് വന്ന പുള്ളിക്കാരി അതിന് 100% കൊടുക്കുന്ന ഒരാളാണ്. ഭയങ്കര എഫേർട്ട് ഇടുന്ന ആളാണ്. അപ്പൊ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ഡയറക്ടർ എനിക്ക് പറയാനുള്ളത് ഷീ ഈസ് എ വണ്ടർഫുൾ ആക്ട്രസ്. നമുക്ക് കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ്. നമ്മളധികം തൊന്തരവും തരാത്ത അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ്. പക്ഷെ ജെന്യുവൻലി എനിക്ക് മലയാളത്തിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഹൂഎവേഴ്സ് വാച്ചിങ് ദിസ് റിയലി അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻസോ ഇല്ല, മലയാളം ചെയ്യാൻ ആഗ്രഹമില്ല എന്നൊന്നുമില്ല. ഐ വർക്ക്ഡ് ഇൻ എവറി ഇൻഡസ്ട്രി. താങ്ക്ഫുള്ളി ഗോഡ്സ് ഗ്രേസ് എനിക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ മലയാളം ഇസ് ഓൾവേസ് ഇറ്റ്സ് ഓൾവേസ് ഹോം, നമ്മുടെ ഹോം ഇൻഡസ്ട്രി. സോ ഇപ്പോഴും കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ടോ? ജെനിലിയ ഡിസൂസയുടെ പോലെ ഇരിക്കണം പറഞ്ഞിട്ട് ഏതിന്റെ ജെനിലിയ മാമിന്റെ ആ സമയത്ത് നോട്ട് നൗ. ഇപ്പൊ വേറെ ആരൊക്കെയോ വിളിക്കിയുടെ ടൈമില് ഏതോ എല്ലാരും പറഞ്ഞു Now is what Talaivar said, no? my god, Jayapradha. Tal- That I find തലൈവർ തന്ന ഭയങ്കര compliment resemblance അത് ഉണ്ട്. ഭയങ്കര ജയപ്രദനെ പോലെ ഉണ്ട്. Yeah, ആമിർ I thought she does have. ആമിർ ഖാൻ സർ കൂലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആമിർ ഖാൻ സാറും രജനി സർ രണ്ടുപേരും പറഞ്ഞു, ജയപ്രദനെ പോലെ ഉണ്ട്. ആമാല ജയപ്രദ മാറി ഇരിക്ക്. ആമാ, அந்த you ടൈമില് ജയപ്രദ അതിനകത്ത് മാറി കണ്ടിട്ടില്ലേ അമ്മാലെ ജയപ്രദന മാതിരി കേട്ടിക്കോ. ഇല്ല ഇല്ല അപ്പൊ റബ കൊണ്ടുപോയി. അത് ഭയങ്കര സ്പെഷ്യലാ. I like that's a very most special compliment. ആരോ Coming പറഞ്ഞ from തലൈവർ. two legends. Yeah. The legend and Amir legend. And it looks and it's there. കണ്ണുകൾ സാധനമുണ്ട്. He said about the eyes. Rajni sir ഞാനിപ്പം specifically ആക്ച്വലി കണ്ണുകൾ pick ഞാൻ ചെയ്താണ് ഇപ്പോഴാണ് പറഞ്ഞത്. നോട്ടീസ് ചെയ്തത്. ഇപ്പം because ഞാൻ റബേനെ റബയായിട്ടില്ലേ കാണുന്നത്, ജയപ്രദയെ കാണുന്നില്ലല്ലോ. Okay. Oh. ശരിക്കും സാഗർ ബ്രോക്ക് ശരിക്കും ഈ പണി കഴിഞ്ഞപ്പോഴേ കുറെ ഇപ്പൊ ഡയറക്ടറല്ല കുറെ ഓഫേഴ്സ് ഇങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ പണി പോലത്തെ സെയിം പരിപാടിയായിരുന്നു അതൊക്കെ. കുറച്ചൊക്കെ അങ്ങനത്തെ ഷെയ്ഡിൽ വന്നത്, പക്ഷെ മിക്സഡ് ആണ് വന്നത്. അങ്ങനെ പണിയുടെ ആ ഷെയ്ഡ്സ് വന്നത് ഞാൻ പിന്നെ ഹ്യൂമർ തന്നെയായിരുന്നു ഫസ്റ്റ് മുതൽ തുടക്കം. അതുകൊണ്ട് ആൾക്ക് തന്നെ ഈ ഷെയ്ഡിന് മാത്രമല്ല കണ്ടിട്ടുള്ളത്, ഹ്യൂമറും മിക്സ് ആയിട്ടെല്ലാം വന്നിരുന്നു. പിന്നെ ഇത് കമ്മിറ്റി മെയിനായിട്ട് കിന്ദേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ രാജേഷിന്റെ കൂടി മല്ലികമ്മയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്ത്യയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹം നടന്നു. ഈ ഒരു ഭയങ്കര ഹാപ്പി ഗോ ലക്കി റൊമാൻറ്റിക് സാധനമൊക്കെ ശരിക്കും വന്നായിരുന്നു ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. വരുന്ന പടങ്ങളിലൊക്കെ അങ്ങനെ ഷെയ്ഡുകളൊക്കെ ഉണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് പിടിക്കുന്നത്, ബാക്കി നമുക്ക് കണ്ടറിയാം. ഞാനൊരു റാപ്പിഡ് ഫയർ ഉണ്ടെന്നുണ്ട്, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി? അയ്യോ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റാത്ത കാര്യം. എന്താണ് അത്രമാത്രം ഞാന് അറിയാതെയാണ്, നോട്ട് ഓൺ പേർപ്പസ്. ചിലപ്പോ മൂക്കുത്തി മറന്നു പോവാറുണ്ട്. അപ്പൊ അങ്ങനെ മൂക്കുത്തി, പക്ഷെ സ്വർണ്ണ ഇല്ല FYI അത്. ബട്ട് ദെൻ ദേ വിൽ ഓൾസോ ഫർഗെറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് മൂക്കുത്തി ഞാൻ എപ്പോഴും ചില മിക്ക സിനിമയില് അത് ചിലപ്പം കണ്ടിന്യൂറ്റി ആയിട്ട് വേറെ സിനിമയിലും ചില സമയത്ത് മൂക്കുത്തി ഷെയ്ഡ് വെക്കുന്ന സമയത്ത് ദിവ്യാനെ കാസ്റ്റ്യൂമർ ശ്രദ്ധിച്ചോ, മൂക്കുത്തി അടിച്ചോണ്ടാവും. സാഗർ പ്രോ ഉണ്ടോ? അത് തന്നെ വേണം എനിക്കിത്, ഞാൻ ഇത് എടുക്കുക. Yeah, that's true. Yeah. പറഞ്ഞോ nobody cares. പറഞ്ഞോ മറ്റേ സാധനം എനിക്ക് അയ്യോ പറയാനും പറ്റുന്നില്ല. അതാണ് പറയാൻ പറ്റുന്നില്ല, പറ്റാത്ത ഒരു സീനിന്റെ ഒരു പ്രോപ്പ്. ഓ ഇപ്പോഴത്തെ പ്രോപ്പ്. ഓ സോറി പറയാൻ പറ്റില്ല. അല്ല പിന്നെ ഒരിക്കലും പറയരുത്. സെറ്റിന്റെ അല്ലേ ചോദിച്ചത്? ഓ അങ്ങനെ അപ്പൊ ധീരം സെറ്റ് അടിച്ചാ
Oh my god. അയ്യോ, ശ്ശെ, Sagar, നടക്കണേ. very dangerous. സാഗർ പറഞ്ഞ പോലെ അങ്ങനെ മാന്യമായി ചോദിച്ച് തന്നില്ലെങ്കിൽ എടുക്കും. അതെ, അല്ലെങ്കിൽ കുഴപ്പം. ഞാൻ പറയുന്നില്ല അപ്പൊ. Oh my god. ഡയറക്ടർ എന്തെങ്കിലും എടുത്തോ? ഞാൻ ഇതേപോലെ ചോദിച്ചിട്ട് കോസ്റ്റ്യൂം ഒക്കെ കണ്ടാ ചിലപ്പോ ചോദിച്ചെങ്കിൽ എടുക്കും. ചുമ്മാ. ബാൻഡ് ബാൻഡ് എനിക്ക് ഞാൻ ഇച്ചിരി ജ്വല്ലറി ക്രേസ് ഓക്കെ. ഏയ് കണ്ടാ തോന്നില്ല. ഷോർട്ടിന്റെ ഇടയിൽ ലൈൻ മറന്നു പോയിട്ട് ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും സിനിമ? ദിവ്യയാണ് queen. ക്വീൻ ഇൻ ദാറ്റ്. അതായത് ലൈൻ മറന്നു പോകത്തില്ല, ദിവ്യ നമ്മളുടെ ലൈൻ കൊടുക്കും, ദിവ്യന്റെ ലൈൻ പറയും. ഞാനും അങ്ങനെയായിരുന്നു ഒരുപാട് പ്രാവശ്യം. ഞാനും അങ്ങനെ. നമുക്ക് കണ്ടന്റ് മാറ്റർ ഞാൻ ആക്ച്വലി ആസ് എ ഡയറക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോ നമ്മള് അതിന്റെ സംഭവം പറയാം, ഇതാണ് അതിന്റെ മൂഡ്, ആ മൂഡ് കറക്റ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലി പറഞ്ഞാൽ മതി. അല്ലാണ്ട് നമ്മളിപ്പോ അച്ചടിച്ച പോലെ ഇത് ഇങ്ങനെ തന്നെ സിങ്ക് സൗണ്ടിലല്ലേ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചില കാര്യങ്ങളുണ്ടാവും നമുക്ക് കണ്ടന്റ് വൈസ് നമ്മൾ പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ചില ഇൻഫർമേഷൻസ് അത് നമുക്ക് പറഞ്ഞേ പറ്റും. അല്ലാണ്ട് നമ്മള് ഓർമ്മയുണ്ട്. എന്റെ ക്യാരക്ടർ ഭയങ്കര നമ്മള് ചില കാര്യങ്ങൾ നമ്മള് അല്ലെങ്കിൽ നമ്മളത് വളരെ കാഷ്വലായി സംസാരിക്കും. നിങ്ങൾ അയാളെ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, ജസ്റ്റ് റിയാക്ട്. അതാണ് എന്റെ സാഗർ ബ്രോ ഫ്രീഡം തരുന്ന ഡയറക്ടേഴ്സ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഫ്രീഡം തരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഇംപ്രൂവൈസേഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങനെ മാറി മാറി മറ്റേ നമ്മള് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ പഠിച്ചു പറയില്ലേ, മറ്റേത് ആ ക്യാരക്ടർ മനസ്സിലാക്കി ഓക്കെ ഇതാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന സ്നാക്ക് അല്ലാണ്ട് സിനിമ കഴിക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല. സ്നാക്കോ സ്നാക്സ് സ്നാക്ക് പോപ്കോൺ ക്ലാസിക് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഒരിക്കലും ഇരിക്കൂല. ഞാൻ സിനിമ കാണാം. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെന്താ ഞാൻ എന്റെ ജീവിതത്തിൽ പപ്സ് ആണ് ആക്ച്വലി. നമുക്ക് ഇന്റർവെല്ലിൽ പപ്സ്. ചിക്കൻ നഗറ്റ്സും ഫ്രൈസും എനിക്ക് ഞാൻ നമ്മുടെ നാട്ടിലെ കണ്ണൂരാണ്. ചിക്കൻ നഗറ്റ്സും ഫ്രൈസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരമൽ പോപ്കോൺ അതും അല്ലേ? കാരമൽ പോപ്കോൺ ഞങ്ങൾക്ക് കാരമൽ പോകാനുള്ള കാശുണ്ടായില്ല. ചീസ് പോപ്കോൺ കാരമൽ പോപ്കോൺ മിക്സ് ആയിട്ട് അതാണ് ബെസ്റ്റ്. അതും കമ്പൽസറി വേണം. ഞാൻ ഇങ്ങനെ ഇരുന്ന് സിനിമ കാണും നല്ല കുട്ടീനെ പോലെ. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ നാട്ടിൽ പപ്സ് ആണ്. എവിടെ നോക്കിയപ്പോ ചൂട് പപ്സ്, ചൂട് നല്ല ചൂട് ഇന്റർവെൽ ആകുമ്പോൾ നല്ല ചൂട് പപ്സ്, ഒരു കോഫി അല്ലെങ്കിൽ ഒരു ലൈം. കണ്ണൂര് It is not in malls, I'm telling you. ഓ അങ്ങനെ സിംഗിൾ Yeah. Also boy, of course. ഓക്കെ. സിനിമ അല്ലായിരുന്നു പ്രൊഫഷൻ എങ്കിൽ എന്തായിരുന്നു? ഞാൻ പുറത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് ജോലി ചെയ്തു ടീച്ചിങ് പ്രൊഫഷൻ. എനിക്ക് പ്രൊഫസർ ആവാം. അതല്ലേ മിടുക്കിയില് എക്സാക്ട്ലി അതാണ് പാവം എന്നെ എന്നിട്ട് കൊഴിച്ചത്. കണ്ടിട്ടില്ലേ? ജെന്യൂൻ ഇന്റൻഷൻ. ഞാൻ വീഡിയോ കണ്ടു. 12 million കാണണ്ട പ്ലീസ്. ശരിക്കൊന്ന് കരഞ്ഞോ? സീരിയസ്ലി ഞാൻ പറയട്ടെ, മെഡിക്കി എന്ന് പറഞ്ഞ ഒരു ഷോ, വൺ ഓഫ് ദ ഷോസ് ദാറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റഡ്. ആ ജെന്യൂൻലി ചില ആൾക്കാർ ചോദിക്കും അപ്പൊ അതെല്ലാം ഭയങ്കര നല്ല അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും that's one reality show that I know that is not scripted. അപ്പൊ നമ്മളോട് ഒരിക്കലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ഷോ ആ റൗണ്ടിന്റെ മുമ്പ് സ്ട്രെസ് ഇന്റർവ്യൂ ആന്ന് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഇറ്റ്സ് എ ജോബ് ഇന്റർവ്യൂ. അപ്പൊ നിങ്ങളൊരു ജോബ്, നിങ്ങൾ എന്താണോ ഏത് ജോബാണോ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജോബിന് പ്രിപ്പയർ ചെയ്ത് വരിക. സോ ദാറ്റ്സ് വൈ ഞാൻ ടീച്ചറായിട്ട് പോയി. എന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല ദിസ് ഇസ് സംതിങ് എൽസ്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താ പറയാ, അവൾക്ക് മനസ്സിലാവുന്നില്ല അവളെ റോസ്റ്റ് ചെയ്യാണ്. I don't understand. Like acting very normally. ഉത്തരങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. Yeah, seriously ഭയങ്കര പാവായിരുന്നു. I think they all felt bad. പാർവതി ചേച്ചി and even സാബു ചേട്ടൻ എല്ലാവർക്കും അവർക്കും വിഷമായി അല്ലേ? കണ്ണൊക്കെ തിളങ്ങണ്ടായിരുന്നു. അതെ സീരിയസ്ലി ഞാൻ കരഞ്ഞു. ഞാൻ എപ്പിസോഡ് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ കുഡന്റ് ഹാൻഡിൽ, ഞാൻ കരഞ്ഞു. പക്ഷെ ഐ വാസ് ലൈക്ക് ഓക്കെ ഹോൾഡ് ഓൺ വേണ്ട, ഇനി ആൾക്കാർ വിചാരിക്കും ഭയങ്കര ഡ്രാമാറ്റിക് ആന്നൊക്കെ. ബട്ട് ഇറ്റ് വാസ് ജെന്യുവൻലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. എന്തായിരുന്നു? ഞാൻ ഓൾറെഡി ഏവിയേഷൻ ഫീൽഡിലായിരുന്നല്ലോ, ഞാൻ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഐ തിങ്ക് I don't know if I'll go back. ഇനിയിപ്പോൾ I don't think I'll go back to corporate. എന്തെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് വേറെ I have something.
I'll definitely do that. ഓക്കെ ഞാൻ ആക്ച്വലി മാർക്കറ്റിംഗിലായിരുന്നു. ഐ ലവ് മാർക്കറ്റിംഗ്. അപ്പൊ ഞാൻ എന്തെങ്കിലും മാർക്കറ്റിംഗ് Can see ഫീൽഡ് that. തീർച്ചയായിട്ടും Sales ഞാൻ 13 years I used to be in marketing field. മാർക്കറ്റിംഗ്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പാളിപ്പോയ ഓഡീഷനുകൾ ഉണ്ട്. ഒരുപാടുണ്ടല്ലോ. ഉണ്ട്. I have. ഓഡിഷൻസ് പാളിപ്പോയെന്നല്ല, ഐ ഹാവ് ഗിവൻ ഓഡിഷൻസ്, പക്ഷെ ഇവിടെയല്ല, നമ്മുടെ സൗത്തിൽ അങ്ങനെ ഓഡിഷൻസ് ഇല്ലല്ലോ. It's for Bollywood. നമ്മുടെ പടത്തിലൊക്കെ auditions ഉണ്ട്. പക്ഷെ നമ്മളെയൊക്കെ ഓഡീഷൻ ഇല്ല, ഞാനാണല്ലോ ഓഡിഷൻ നടത്തിയത്. പക്ഷെ നടനാവാൻ ആഗ്രഹം നടനാവണമെന്ന് അങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് ബാക്ക് സൈഡ് ഓഫ് ദ ക്യാമറയാണ് താല്പര്യം. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നമ്മൾ മുഖം ആളുകൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാണ്ട് ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഓക്കെ, സിനിമയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് പേ ചെക്ക്? സിനിമയിൽ എനിക്ക് 1000 ആണെന്ന് തട്ടിമുട്ടിന്ന് ഫസ്റ്റ്. എനിക്ക് എന്റെ എനിത്തിങ് ടി വി കമേഴ്ഷ്യൽ ആയിരുന്നു, ഇച്ചിരി കൂടുതലായിരുന്നു. 20,000. എന്റെ അയാൾ ഞാനല്ലേക്ക് my first movie. പറയണോ? അത് ഓർക്കെ പറയണോ? പറഞ്ഞു 3 lakhs. ഫസ്റ്റ് പേ ചെക്കോ? My first paycheck for my first film. Wow, that's a good amount. Yeah. അല്ലേ? ആണോ? നൈസ്. എത്രയാണ്? ഓക്കെ, ഞാൻ Okay, I was not doing that for money, but yeah. ഓക്കെ, ഞാൻ ഒരു റോള് വേണ്ടാന്ന് വെച്ചാൽ ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്ന റോളുകളുണ്ട്. Oh my god. Yeah. സാഗറിനുണ്ടോ? So many. എനിക്ക് ചെയ്യാൻ പറ്റാതെ ടിക്കറ്റ് ആക്കലുണ്ടായിരുന്നു. അപ്പോ പ്രകമ്പനത്തിന്റെ രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല. ഏതാ? Okay. രോഹിത്തിന്റെ film. അയ്യോ പറയണോ? ഇതെല്ലാം കഴിഞ്ഞ് everyone's done a great job in the film. So പറയണ്ട. പക്ഷെ എനിക്ക് ആ ഒരു ഓഫർ കോൾ വന്നായിരുന്നു, പ്രേമത്തില് മഡോണയുടെ ക്യാരക്ടർ. അയ്യോ, പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്റെ ഫാദർ വാസ് നോട്ട് വെൽ, ഹോസ്പിറ്റലായിരുന്നു. സോ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. പക്ഷെ ഇത് വന്നു ചെയ്തായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്, ബട്ട് ഷീ ഈസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സോ അങ്ങനെ ദാറ്റ് ലിറ്റിൽ ബിറ്റ്, ബട്ട് അതർവൈസ് നോ, ഹാപ്പി. ഉണ്ടോ? എനിക്ക് കുറേ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ഫിലിംസ് വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതി സാറിൻ്റെ കൂടെ, നാനിയുടെ കൂടെ. ആ 2016, 2017 ഊഴം കഴിഞ്ഞിട്ട്, ഇമീഡിയറ്റ്ലി കഴിഞ്ഞിട്ട്. ബട്ട് ഐ കുഡന്റ് ഡു എനി ഓഫ് ദോസ് ഫിലിംസ്. അതിൻ്റെ എനിക്ക് സീരിയസ്നെസ് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഇത് ഇപ്പോൾ എനിക്ക് ഐ വാസ് ലൈക്ക് എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അന്നേരം നമുക്ക് ജോലിയായിരുന്നു ആ സമയത്ത്. ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫാൻ മൂവ്മെന്റ് എന്നെ ഏതാണ്? തിരിച്ചെങ്ങനെ ഫീൽ ചെയ്യാൻ? തിരിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത് സാഗറിന്റെ ഫാൻസ്, സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യൽ. എനിക്ക് തോന്നുന്നു ബിഗിലിന് ശേഷം കുറെ പേര്, ക്രേസി ബട്ട് അനീത എന്ന് പറഞ്ഞ പേര് ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഔട്ട് ഓഫ് ഇമോഷണൽ, എന്താ പറയാ, ഒരു ഇമോഷൻ. സോ ഐ ഹാഡ് സോ മെനി മെസ്സേജസ് അങ്ങനത്തെ ഒരുപാട്. രണ്ടുപേരും ഈക്വലി ഭയങ്കര ഇമോഷണലി ഇൻവെസ്റ്റ് ആയ ഒരുപാട് ആൾക്കാരുണ്ട് ആ ക്യാരക്ടർ കണ്ടിട്ട്. അത് too intense. No, I don't have any tattoos or anything of that sort. But no, because I haven't done such kind of emotionally connective അങ്ങനത്തെ roles have not come across my way. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാസം ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, കോഴിക്കോട്ടിലെ ആൾക്കാരുടെ സ്നേഹം സംതിങ് എൽസ്. ഭയങ്കര ഡിഫറെന്റ് ആവും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമാക്കാരെ ഇഷ്ടമാണ്. എല്ലാവരും നമ്മുടെ അടുത്തുനിന്ന് ഒന്ന് വന്നു എടുത്തോട്ടെ. ഞാൻ ജസ്റ്റ് ഒരു ദിവസം റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ബൈക്കിൽ 2 പിള്ളേരൊക്കെ വന്ന് നിന്ന് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. അതൊന്നും ഇവർക്കൊക്കെ എന്നെ അറിയാവോ? ബട്ട് വെരി നൈസ് പീപ്പിൾ. നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടും തോന്നൂല. പക്ഷെ ഭയങ്കര വെരി സ്വീറ്റ് പീപ്പിൾ. സിനിമയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സ്കിൽ,
കള്ളം പറയാനോ? എന്താ? ഫുട്ബോൾ കളിക്കാൻ ഞാൻ ആന്റി സ്പോർട്സ് ആയിരുന്നു. സ്കൂളിലും കോളേജിലും ഒരു കാര്യം ചെയ്യാത്ത ഒരു കാര്യം സ്പോർട്സ്. അങ്ങനെ അത് ഫുൾ സർക്കിളായി. സിനിമയിൽ എനിക്ക് 3 months ട്രെയിൻ ചെയ്യേണ്ടി വന്നു ഫോർ ഫുട്ബോൾ. ഞാനിപ്പോ കളിക്കാൻ പറഞ്ഞാൽ നോ, 0. പക്ഷെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്നത് ട്രിക്കൽ സിനിമ. സോ ദാറ്റ് വേ ഒരിക്കലും ലൈഫിൽ പിക്ക് ചെയ്യില്ലാത്ത ഒരു സാധനം അങ്ങനെ പിക്ക് ചെയ്തിട്ട് ചെയ്തു. ഓരോ പടത്തിന് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു പടത്തില് കളരി ബോക്സിംഗ് ഒക്കെ ആവശ്യമാണ്. കുറച്ച് ഈ ടിക്കറ്റ് വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിസിക്കലി. ടിക്കറ്റൊക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്തടാ 1-2 ദിവസം, പിന്നെ 3-4 മാസം കൊണ്ട്. അത്രയും വലിയ പടാ. അപ്പൊ അത്രയും നാള് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും ഒന്നും നടപടിയായില്ല. അപ്പൊ അത് മിസ്സായി. അത്രയും ആള് പിടിക്കാൻ പറ്റൂല. ഞാന് 2-3 ഫിലിമിന് ഫൈറ്റിന് വേണ്ടിയിട്ട് കളരി ബോക്സിംഗ്, പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. സൂക്ഷിച്ചു. എന്റെ മസിൽ മെമ്മറി നല്ലതാണെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട് കളരി. ഈവൻ ആദിശക്തിയില് കളരി പഠിച്ചു. അത് ഞാൻ കുറച്ച് കണ്ടിന്യൂ ചെയ്തായിരുന്നു. വിനീതേട്ടൻ്റെ ഒരു സിനിമ ചെയ്തപ്പോഴാണ് എന്നെ കൊണ്ട് ഫുൾ ബോക്സിങ്ങും ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ പഠിപ്പിച്ചു. ഓക്കെ. ഇപ്പൊ ധീരൻ സെറ്റില് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോ സെറ്റിൽ കൊണ്ടുവരുന്ന ഒരു കംഫർട്ട് ഫുഡ് എന്താ? മൈ ഗോഡ്, അത് പറയാൻ ഒരുപാടുണ്ട്. നമ്മള് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദി സീക്വൻസസ്. സോ ഐ തിങ്ക് ചായ, ഏലാഞ്ചി, ചായ, പഴംപൊരി, ഫുൾ സ്നാക്സ് വരുമായിരുന്നു ഓരോ കടയിൽ നിന്നും. ഇന്ദ്രജിതായിട്ടും ഓർഡേർഡ് വൺസ് ഫോർ ഓൾ ഓഫ് അസ്. അവിടെ മുഷക്കൽ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഏലാഞ്ചി. നമ്മൾ അവിടെ പോയിരുന്നു ഓർഡർ ചെയ്ത് കഴിച്ചു. അതായിരുന്നു നമ്മുടെ വി ലുക്ക് ഫോർവേഡ് ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ടൈം നമുക്ക് സ്നാക്സ് കിട്ടുമെന്ന് വിചാരിച്ചു. ദാറ്റ് വാസ് അവർ മോട്ടിവേഷൻ. ചായയുടെ വലിയ എല്ലായിടത്തും പോയി നമുക്ക് ചായ, നല്ല ചായ എവിടെയാ കിട്ടുക. അപ്പൊ നമ്മള് ചായ തപ്പി നടക്കായിരുന്നു. നമുക്ക് ഷൂട്ടില്ലാത്ത ദിവസങ്ങള് ഞാനും റവയും കൂടെ പ്ലാനിൽ ഇറങ്ങും. കോഴിക്കോടല്ലേ, ഫുഡിന്റെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഓരോ ദിവസം ഓരോ പോയിട്ട് രാവിലെ ഇവരൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി ഓരോ സ്ഥലത്ത് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് സാഗർ ഈ സ്കെഡ്യൂളിൽ ഇനി ചെയ്യണം. അതെ, ഇനിയും ചെയ്യാം നമുക്ക്. വേണമെങ്കിൽ കൊച്ചി ജനനായകനിലുണ്ടെന്ന് ഞങ്ങളിങ്ങനെ കേട്ടു. ആരൊക്കെയോ എന്നോട് ചോദിച്ചു. സീരിയസ്ലി ഞാൻ പക്ഷെ ഇല്ല കേട്ടോ. സീരിയസ്ലി ഇല്ല. നോ No. Suspense? No. I'm not there. I wish. No. But I'm not there. വിജയ സിനിമകളെ മിസ് ചെയ്യോ ഇൻ തിയേറ്ററിൽ? അയ്യോ 100%. അടിപൊളിയാണ്. ദ കൈൻഡ് ഓഫ് എനിക്ക് എന്തോ ഐ ഫീൽ ലൈക്ക് ഇല്ല, പക്ഷെ ട്രൂ ആണ്. ഇത് കഴിഞ്ഞ സിനിമ നോട്ട് ഐ ഡോണ്ട് തിങ്ക് ഇസ് ഹാപ്പനിങ്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പീപ്പിളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലില്ലേ, അതൊരു സാറ്റിസ്ഫൈ ആവും. ഓക്കെ, ദിസ് വാസ് എ ഗുഡ് വേ ടു എൻഡ് മൂവീസ് എന്നുള്ള ഒരു ഫീലിംഗ് വരും. പക്ഷെ ഞാനില്ല കേട്ടോ. ഐ നോ ഫ്രം ഇൻസൈഡ് സോഴ്സസ്. അത് കാരണം അല്ലാതെ അങ്ങനെ. പക്ഷെ കണക്കുകളൊന്നും ശരിയാവുന്നില്ല. സീരിയസ്ലി ഇല്ല. സംതിങ് ഫിഷി. സീരിയസ്ലി. ഈ ധീരം വരുമ്പോ എന്താ ഫസ്റ്റ് പടം തിയേറ്ററിൽ കാണാൻ പോവാ, ലോങ് ടേം ഡ്രീം ഒക്കെ ആയിരിക്കുമല്ലോ. എങ്ങനെയാ എൻ്റെ പേടിയും ടെൻഷനൊക്കെ ഉണ്ടോ? ആക്ച്വലി ധീരം ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് സിനിമകൾ കണ്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സിനിമ ക്രേസുള്ള ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ജനിച്ച കാലത്ത് കാസറ്റാണ്, വീഡിയോ കാസറ്റ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും വീഡിയോ കാസറ്റ് നമ്മളൊരു സിനിമ കാണും. അത് ഭയങ്കര ഒരു ആഘോഷമാണ്. അന്നെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലൊന്നും അങ്ങനെ ടി വി ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ തറവാടാണ്. അപ്പോൾ ഞങ്ങളവിടെ പുള്ളി അത്യാവശ്യം ആളുകളെല്ലാം നമ്മളെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു സാധനം. അപ്പോൾ അത് അച്ഛൻ്റെ അനിയൻ എല്ലാവരും പുറത്താണ്. അപ്പോൾ അവർ വരുമ്പം ഇങ്ങനെ ഹിറ്റ്സ് ഓഫ് മോഹൻലാൽ 90, ഹിറ്റ്സ് ഓഫ് മോഹൻലാൽ 91 അതിങ്ങനെ കണ്ട് വളർന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ അന്ന് മുതലേ ഭയങ്കര, അന്ന് നമുക്ക് ഡയറക്ടർ അങ്ങനെയൊന്നുമല്ല, സിനിമയിലെത്തണം. നമുക്കന്ന് അറിയില്ലല്ലോ, നമുക്ക് ചെറിയ കുട്ടികൾ, നമുക്ക് സിനിമയിലാണ് ഇവരുടെ എല്ലാം കാണണം, മോഹൻലാലിനെ കാണണം, ശോഭനനെ കാണണം, അങ്ങനത്തെ ഒരു ഇതാണ്.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു കോളേജിൽ എത്തുന്ന സമയത്ത് സിനിമ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ആ സമയത്ത് ഒരു അഫയർ ഉണ്ടായി. അത് കാരണം നമ്മുടെ ലൈഫ് ചെറുങ്ങനെ മാറി. അത് ബ്രേക്കപ്പ് ആയി. അങ്ങനെ അത് കാരണം സിനിമയിൽ നിന്ന് നമ്മൾ മാറി. നമ്മളെ കോൺസെൻട്രേഷൻ മാറി. ഒരു 6 വർഷം നമ്മളെ കോൺസെൻട്രേഷൻ ഫുൾ അതിലേക്ക് പോയി. അങ്ങനെ തിരിച്ചു വീണ്ടും കല്യാണമൊക്കെ അപ്പൊ പ്രാരാബ്ധമായി. ബട്ട് നമ്മുടെ ഉള്ളിൽ ഈ സിനിമ ഉള്ളത് കാരണം നമുക്കത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്ത്, അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗർഭം ധരിച്ച അമ്മയുടെ അവസ്ഥയാണ്. അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഫീലാണ്. അപ്പം സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ തീരുമാനിച്ച് ജോലിയൊക്കെ റിസൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല. സോ ഡെഫിനറ്റ്ലി ഒരു 5 വർഷം, അതായത് ഫ്രം നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന അന്ന് മുതൽ നമ്മൾ സിനിമ ചെയ്യാനാണ് ഷോർട്ട് ഫിലിം ചെയ്തത്. ഒരു 5 വർഷത്തെ ഡ്രീം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ്. കാരണം ഞാൻ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, എനിക്ക് കൊച്ചിയിലൊന്നുമല്ല. അപ്പം നമുക്ക് സിനിമാക്കാരെ പോലും ആകെ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊച്ചിയിൽ വന്ന്, അതും ആരുടെ അസിസ്റ്റൻ്റായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ റാൻഡംലി ഒരു പുതിയ ആള് പോയി ഒരു ആർട്ടിസ്റ്റിനോട് കഥ പറയാം. ആർട്ടിസ്റ്റിനോടൊക്കെ പോകുമ്പോൾ അവരോടേക്കും നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ? അല്ല. അല്ലെങ്കിൽ പ്രൊഡക്ഷനോട് ചോദിക്കും നിങ്ങൾ ആർട്ടിസ്റ്റ് ഡേറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു അതിനെ എങ്ങനെയെല്ലാം ബുദ്ധിപരമായി ടാക്കിൾ ചെയ്ത് എന്നുള്ളതിൽ അതെങ്ങനെയാണെന്ന് എനിക്കും ഇപ്പോഴും അറിയില്ല. സോ ഡെഫിനറ്റ്ലി എൻ്റെ ഫസ്റ്റ് മൂവി തിയേറ്ററിൽ വരുന്നത് എൻ്റെ ഒരു ഡ്രീം കം മൊമെന്റ് ആണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്, എക്സൈറ്റഡ്. നിങ്ങൾക്കുണ്ടോ ടെൻഷനും പേടിക്കുണ്ടാവും റിലീസൊക്കെ വരുമ്പോൾ? എല്ലാ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ നമുക്കൊരു ഉണ്ടാവും, പക്ഷെ ഒരു ആകാംക്ഷ, ഒരു ടെൻഷൻ, ഒരു എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് എപ്പോഴും. പക്ഷെ ഒരു ബിലീഫ് ആൻഡ് ട്രസ്റ്റ് കൂടി ഉണ്ട്. ലൈക്ക് യു നോ ദാറ്റ് നമ്മളൊരു നല്ലൊരു പടമാണ്. ദിസ് ഇസ് ഗ്രേറ്റ്, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിംസ് ദാറ്റ് ഐ ഹാവ് വർക്ക്ഡ് ഓൺ. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇസ് ഓൾസോ ത്രിൽ ആൻഡ് എക്സൈറ്റ്മെന്റ്. പിന്നെ ഉറപ്പായിട്ടും ഏതൊരു സിനിമയാണെങ്കിലും നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പാണ് ഒരു സിനിമ. നമ്മുടെ എല്ലാവർക്കും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. പിന്നെ ആ ദിവസം പുതിയൊരു ഡയറക്ടർ ഇറങ്ങുകയാണ്. അപ്പൊ ആ ദിവസം ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. ആക്ടർ എല്ലാവർക്കും ടു സെറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സിനാണെങ്കിലും ഏതൊരു സിനിമയും നമ്മുടെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എപ്പോഴും. അതുകൊണ്ട് ആ ദിവസം ഒരു ടെൻഷൻ ഉണ്ട്. നമ്മള് ഇത്രയും നമ്മളെ വിശ്വസിച്ച് ഒരു പ്രൊഡക്ഷൻ കാശിടുക, ഓക്കെ, ഒരു ന്യൂ കം ഡയറക്ടർ, ആ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് ഡേറ്റ് തരുക. അപ്പൊ അവര് ഞങ്ങളെ എനിക്ക് തന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് തിരിച്ച് അവരോട് കീപ്പപ്പ് ചെയ്യാന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി, അതാണ് ഏറ്റവും വലിയൊരു പ്രഷർ. പക്ഷെ ഞാൻ അങ്ങനെ ബേസിക്കലി അങ്ങനെ ഓവർ പ്രഷർ എടുക്കുന്ന ഒരാളല്ല. ബിക്കോസ് പ്രഷർ ഉണ്ടാവാം, പക്ഷെ മേ ബി ഞാൻ മാർക്കറ്റിംഗിലായതുകൊണ്ടായിരിക്കാം ഐ ഹാൻഡിൽ പ്രഷർ വെരി വെൽ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോടെ ചെയ്യാം. റെസ്റ്റ് ഇസ് വിത്ത് ദ ഗോഡ് ആൻഡ് ദ പീപ്പിൾ. സോ ബിലീവ് ഇൻ ദാറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ധീരം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ചിത്രം വലിയൊരു വിജയമാകട്ടെ. ഞങ്ങളെ ഒരുപാട് എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇനിയും അത് തുടരാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു.